ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 25 പ്രാർത്ഥനാ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ 23 സുകൃതങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. അമ്മ തന്നെ അത് വെളിപ്പെടുത്തി തരും. ആദ്യത്തെ സുകൃതം ഒറ്റ താരകം. പരിശുദ്ധ അമ്മ വിശേഷിപ്പിക്കപ്പെടുക, പല വിശുദ്ധന്മാരും വിശേഷിപ്പിക്കുക ഉഷകാല നക്ഷത്രം, പ്രഭാത നക്ഷത്രം എന്നൊക്കെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുൻപ് രാത്രിയായി. ചില അമ്മയോട് ചോദിച്ച അടയാളം, അമ്മയെ പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു നക്ഷത്രം കാട്ടിത്തരണം. രാത്രിയായി പുറത്തിറങ്ങി വലതുവശത്തേക്ക് നോക്കും. മേഘാവൃതമായ ആകാശത്ത് ദൂരെ വലതുവശത്ത് ഒരു നീല നക്ഷത്രം കണ്ടു. അമ്മ വെളിപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ഒരു ഒറ്റ താരകമായിരുന്നു. ആകാശത്ത് സ്വർഗത്തിലേക്ക് നോക്കാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന, ദൈവത്തിലേക്ക് നോക്കാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ഒറ്റ താരകം. എത്ര ശോഭയോടെയാണ് അമ്മ നമ്മുടെ മുൻപിൽ വെട്ടിത്തിളങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഒറ്റ താരകമായി മാറാൻ നമുക്കും സാധിക്കണം. നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഊർജം അതിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുന്നു. ഉള്ളിൽ നിന്ന് എനർജി ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നു. ഉള്ളിൽ പരിശുദ്ധ ത്രിത്വമുള്ളത് കൊണ്ട്. അപ്പോൾ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ 2: ഉന്നതത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. 2, ഊർജം അകത്തു നിന്ന് തന്നെ പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നക്ഷത്രത്തിൻ്റെ ഈ പ്രത്യേകതകൾ നമുക്ക് ആവശ്യമാണ്. തിരുസഭയ്ക്ക് ആവശ്യമാണ്. ഒരു ആകർഷണീയത ഇന്ന് തിരുസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് മുൻപിൽ മനോഹരമായി കർത്താവിലേക്ക് ഉയർത്തുന്ന ഒരൊറ്റ താരകമായി നിലകൊള്ളുന്നത് പോലെ നമുക്കും ആഗ്രഹിക്കാം. തിരുസഭ വിളങ്ങട്ടെ, അതുപോലെ അനേകർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. ഇതാകട്ടെ നിയോഗം, ഒറ്റ താരകമായി മാറാൻ. ആമേൻ.